അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി നെഹമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് വായിക്കാം. വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്നും അവർ കല്ല് ജീവിപ്പിക്കുമോ? അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ഇസ്രയേൽ ഗോത്രങ്ങളിൽ 2 ഗോത്രമായ യഹൂദാ ഗോത്രവും ബെന്യാമീൻ ഗോത്രവും മാത്രം അടങ്ങുന്ന യഹൂദാ രാജ്യത്തിൽ ജീവിച്ചിരുന്ന ജനങ്ങൾക്കും രാജാവിനും എതിരെ, അവരുടെ പാപങ്ങൾക്കെതിരെ തന്നെ യഹോവയായ ദൈവം തൻ്റെ പ്രവാചകന്മാരെ അയച്ച് കാലാകാലങ്ങളിൽ ദൂത് അറിയിച്ചിരുന്നു. എന്നാൽ രാജാവാകട്ടെ, പ്രഭുക്കന്മാരോ ജനങ്ങളോ ആകട്ടെ, ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് അവരുടെ പാപത്തിൽ നിന്നും പിന്തിരിയുകയോ മ്ലേച്ഛതകൾ ഉപേക്ഷിക്കുകയോ ആകാശരാജ്ഞിക്ക് അപ്പം ചുടുന്നത് നിർത്തുകയോ ചെയ്യാതെ അധികം പാപം ചെയ്ത് ദൈവത്തെ കോപിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയും തങ്ങളോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുവാൻ വന്ന പ്രവാചകന്മാരെ കഠിനമായി ഉപദ്രവിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒടുവിൽ ദൈവം കൽപ്പിച്ചിരുന്നത് പോലെ തന്നെ ബാബേൽ ചക്രവർത്തിയായ നെബൂഖദ്നേസർ രാജാവ് വരികയും കൊല്ലേണ്ടവരെ കൊല്ലുകയും ശേഷിപ്പിക്കേണ്ടവരെ ശേഷിപ്പിക്കുകയും പ്രവാസത്തിലേക്ക് കൊണ്ടുപോകേണ്ടവരെ കൊണ്ടുപോവുകയും ചെയ്തു. ദൈവം അവരുടെ പ്രവാസകാലം 70 സംവത്സരമായി നിശ്ചയിച്ചിരുന്നതിനാൽ ആ 70 സംവത്സരങ്ങൾക്ക് ശേഷം യഹൂദന്മാർക്ക് തങ്ങളുടെ ജന്മദേശത്തേക്ക് പോകുവാൻ ദൈവം അവസരം കൊടുത്തു. ദേശത്ത് ശേഷിച്ച യഹൂദന്മാർ ദേശത്ത് വളരെ നിന്ദ അനുഭവിക്കുന്നു എന്നും യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നു എന്നുമുള്ള വാർത്ത അന്ന് അർത്തക്ഷാഷ്ട രാജാവിൻ്റെ പാനപാത്രവാഹകനായിരുന്ന യഹൂദനായ നെഹമ്യാവ് അറിഞ്ഞു. താൻ പ്രാർത്ഥിച്ചും ഉപവസിച്ചും കൊണ്ട് യെരുശലേമിൻ്റെ നന്മയ്ക്കായി ദൈവത്തോട് കരഞ്ഞുകൊണ്ട് ദിവസങ്ങളോളം കാത്തിരുന്നു. ഒരു ദിവസം താൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു: ഇന്ന് അടിയനെ കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യൻ്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ. അന്ന് രാജാവ് അവനോട്: നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? നിനക്ക് ദീനമൊന്നുമില്ലല്ലോ, ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ടു രാജാവിനോട്: രാജാവ് ദീർഘായുസായിരിക്കട്ടെ. എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകൾ ഉള്ള പട്ടണം ശൂന്യമായി അതിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്ത് കിടക്കെ എൻ്റെ മുഖം വാടാതെ ഇരിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. രാജാവ് എന്നോട്: നിൻ്റെ അപേക്ഷ എന്തെന്ന് ചോദിച്ചു. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിന് തിരുവള്ളമുണ്ടായി അടിയന് തിരുമുമ്പിൽ ദയ ലഭിച്ചുവെങ്കിൽ അടിയനെ യഹൂദയിൽ എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിന് ഒന്ന് അയക്കണമേ എന്ന് ഉണർത്തിച്ചു. നെഹമ്യാവിൻ്റെ പുസ്തകം 1-2 അധ്യായങ്ങളിലെ ചില കാര്യങ്ങളാണ് ഞാനിവിടെ പ്രസ്താവിച്ചത്. നെഹമ്യാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി രാജാവ് അവനെ യെരുശലേമിലേക്ക് അയച്ചു. നെഹമ്യാവ് വന്ന് യെരുശലേം മതിലിൻ്റെ പണി തുടങ്ങി. യെരുശലേമിൻ്റെ പണി നടക്കാതിരിക്കുവാൻ ആഗ്രഹിച്ചിരുന്ന സൻബല്ലത്ത് ഇത് കേട്ടപ്പോൾ അവൻ്റെ കോപം ജ്വലിച്ചു. അവൻ യഹൂദന്മാരെ നിന്ദിച്ചു. അവൻ പറയുകയാണ്: ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്ത് ചെയ്യുവാൻ പോകുന്നു? അവരെ സമ്മതിക്കുമോ? അവർ യാഗം കഴിക്കുമോ? ഒരു ദിവസം കൊണ്ട് പണി തീർത്ത് കളയുമോ? വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്നും അവർ കല്ല് ജീവിപ്പിക്കുമോ? സൻബല്ലത്തിൻ്റെ വാക്കുകളാണ് നാം കേട്ടത്. നെഹമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ യഹോവ അബ്രാഹാമിനോട് പറയുകയാണ്: വെറുതെയായി ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചത് എന്ത്? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? പുതിയ നിയമത്തിൽ യേശു കർത്താവ് പറയുകയാണ്: ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല എന്ന്. മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമുക്കത് വായിക്കുവാൻ കഴിയും. യേശു പറഞ്ഞതിൻ്റെ യഥാർത്ഥാർത്ഥം, നാം ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമുക്കും ഒരു കാര്യവും അസാധ്യമാവുകയില്ല എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. യേശു പറഞ്ഞു: എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമുക്കത് വായിക്കുവാൻ കഴിയും. ഒന്നാമതായി കേട്ട സൻബല്ലത്തിൻ്റെ വാക്കുകൾക്കും പരിഹാസത്തിനും ദൈവം ചുട്ട മറുപടി കൊടുത്തുകൊണ്ട് നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ യെരുശലേമിൻ്റെ മതിലുകൾ പണിയുവാൻ ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്നും കർത്താവ് കല്ലുകളെ ജീവിപ്പിച്ച് തൻ്റെ ജനത്തിൻ്റെ നിന്ന മാറ്റിക്കളഞ്ഞു. നെഹമ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഇങ്ങനെ മതിൽ 52 ദിവസം
പണിത് ഏലൂൽ മാസം 25-ാം തീയതി തീർത്തു. ഞങ്ങളുടെ ശത്രുക്കളും അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ചുറ്റുമുള്ള ജാതികളാകെ ഭയപ്പെട്ടു. അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി. ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിൻ്റെ സഹായത്താൽ സാധ്യമായി എന്നവർ ഗ്രഹിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ഏത് വിഷയവും നമുക്ക് പ്രയാസമാണെങ്കിലും നാം ദൈവത്തെ അനുസരിച്ച് പാപം ചെയ്യാത്തവരാണെങ്കിൽ നമ്മെ നിന്ദിക്കുന്നവർ നാണിച്ചു പോകേണ്ടി വരും നിശ്ചയം. ഒരു കാര്യം നാം ഓർക്കണം, യെരുശലേം ദേവാലയം ശലോമോൻ പണി കഴിപ്പിച്ചപ്പോൾ ഏറ്റവും മനോഹരമായാണ് പണിതത്. സ്വർണം വാരിക്കോരി ആലയത്തിന് വേണ്ടി ചിലവഴിച്ചു. യെരുശലേം മതിലുകളും മനോഹരമായിരുന്നു. ഇസ്രയേൽ രാജ്യം ശക്തമായിരുന്നു. ലോകം മുഴുവൻ അറിയപ്പെടുന്ന വലിയൊരു സാമ്രാജ്യമായി ഇസ്രയേലിൻ്റെ 12 ഗോത്രങ്ങളും ദാവീദിൻ്റെയും തൻ്റെ മകനായ ശലോമോൻ്റെയും കൈക്കീഴിൽ സുരക്ഷിതമായിരുന്നു. അനേകം രാജാക്കന്മാർ ദാവീദിൻ്റെ കാലത്ത് ഇസ്രയേലിനെതിരെ യുദ്ധത്തിന് വന്നിരുന്നു. എന്നാൽ ദൈവം ദാവീദിന് ജയം നൽകി. ശലോമോൻ്റെ കാലത്ത് ദൈവം അവന് കൊടുത്ത ജ്ഞാനം ഹേതുവായി ഒരു യുദ്ധം പോലും അവന് ചെയ്യേണ്ടി വന്നില്ല. തന്നെയുമല്ല, പല രാജ്യങ്ങളും അവനെ കപ്പം കൊടുത്തു പോന്നു. അനുസരിക്കുന്ന ദാവീദിനും ശലോമോനും ജയമായിരുന്നെങ്കിൽ ആലയം പ്രതിഷ്ഠയ്ക്ക് ശേഷം യഹോവ ശലോമോനോട് പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ആലയം എത്ര ഉന്നതമായിരുന്നാലും എൻ്റെ വചനം അനുസരിക്കാതെ എന്നെ തള്ളിക്കളഞ്ഞാൽ കടന്നു പോകുന്ന ഏവരും ആലയത്തെ നോക്കി ചൂളകുത്തും എന്നായിരുന്നു യഹോവ പറഞ്ഞത്. ശലോമോൻ്റെ പാപനിമിത്തം അവൻ്റെ കാലത്ത് ദാവീദിനെ ഓർത്ത് 12 ഗോത്രം അവന് നിലനിന്നുവെങ്കിലും അവൻ്റെ മകനായ രഹബയാമിൻ്റെ കാലത്ത് ശലോമോൻ്റെ ദാസനായ യൊരോബയാമിനെ 10 ഗോത്രം ശലോമോൻ്റെ മകനിൽ നിന്നും യഹോവ മേടിച്ചു കൊടുത്തു. അനേകം രാജാക്കന്മാർ ദാവീദിൻ്റെ മക്കളിൽ നിന്നും എഴുന്നേറ്റു. എങ്കിലും അവരിൽ പലരും പാപം ചെയ്ത് ദൈവത്തെ കോപിപ്പിക്കുകയും നീതിമാർഗം മോദിക്കൊടുപ്പാൻ ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകന്മാരെ തല്ലുകയും ഓടിക്കുകയും കൊല്ലുകയും ചെയ്തു. എല്ലാറ്റിനും ഒടുവിൽ യിരെമ്യാ പ്രവാചകൻ്റെ കാലത്ത് സിദെക്കീയ രാജാവിനെയും ജനത്തെയും ബാബേൽ ചക്രവർത്തി അടിമകളാക്കി കൊണ്ടുപോയി. യെരുശലേം ദേവാലയം തീ വെച്ച് ചുട്ടു. യെരുശലേം മതിൽ ഇടിച്ചു കളഞ്ഞു. എന്നാൽ 70 വർഷം തികഞ്ഞപ്പോൾ ദൈവം നെഹമ്യാവിൻ്റെ മുഖത്തെ ആദരിച്ചുകൊണ്ട് യെരുശലേം മതിൽ പണിയുവാൻ തുണ നിന്നു. ദൈവം ഒന്ന് കൽപ്പിച്ചാൽ എത്ര വലിയ ഉരുക്കു കോട്ടയും തകർന്നു പോകും. ദൈവം ഒന്ന് കൽപ്പിച്ചാൽ വെന്ത് കിടക്കുന്ന ചണ്ടി കൂമ്പാരങ്ങളിൽ നിന്നും കല്ലുകളെ ജീവിപ്പിക്കുക മാത്രമല്ല, വെറും 52 ദിവസങ്ങൾ കൊണ്ട് യെരുശലേം മതിൽ പണിയിക്കുകയും ചെയ്യും. ആരെല്ലാം എതിർത്താലും നിന്ദിച്ചാലും ദൈവം നമുക്കുള്ള ഓഹരിയെ പരിപാലിക്കും. ഒന്ന് മാത്രം നാം ചെയ്താൽ മതി, നെഹമ്യാവിനെ പോലെ നാം ഇരുന്ന് കരയണം. നെഹമ്യാവ് 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ കരയുന്ന ഒരു നെഹമ്യാവിനെ നമുക്ക് കാണുവാൻ കഴിയും. അനേകം രാജ്യങ്ങളെ അടക്കി ഭരിക്കുന്ന അർത്തക്ഷഷ്ടാ രാജാവിൻ്റെ പാനപാത്രവാഹകനാണ് നെഹമ്യാവ്. രാജാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നവനാണ് നെഹമ്യാവ്. രാജാവിന് പാനപാത്രം കൊടുക്കുന്ന മനുഷ്യനാണ് നെഹമ്യാവ്. ലോകപ്രകാരം നോക്കിയാൽ ജെറുസലേമിൻ്റെ മതിലിടിഞ്ഞാലും ആലയം എന്ത് കിടന്നാലും അവിടെയുള്ള ജനത്തിന് എന്ത് സംഭവിച്ചാലും നെഹമ്യാവിനൊന്നും സംഭവിക്കുകയില്ല. എന്നാൽ നെഹമ്യാവിന് ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ട്. തൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള എരിവ്, തൻ്റെ ജനത്തെക്കുറിച്ചുള്ള എരിവ്. എത്ര ഉന്നത പദവി അലങ്കരിച്ചവനാണെങ്കിലും തൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ താഴുവാനും കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും താൻ സമയം കണ്ടെത്തി. നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രയേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രയേൽ മക്കളായി ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങൾ ഏറ്റു പറയുകയും ചെയ്യുന്ന അടിയൻ്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നും ഇരിക്കുകയാണമേ. ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-6 വാക്യങ്ങളാണ് നാം കേട്ടത്. നെഹമ്യാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നെഹമ്യാവിനെ കൊണ്ട് തന്നെ നിറവേറ്റുന്നവനാണ് നമ്മുടെ കർത്താവ്. അവൻ്റെ പ്രവൃത്തി തടുക്കുവാൻ വന്ന സൻബല്ലത്തിൻ്റെയും കൂട്ടാളികളെ ലജ്ജിപ്പിച്ചുകൊണ്ട് ദൈവം നെഹമ്യാവിനെ മാനിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നാം ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിലും നെഹമ്യാവിനെ പോലെ ആദ്യം സ്വന്തം പാപങ്ങളും പിന്നെ പാപം ചെയ്യുന്ന സഹജീവികളുടെ പാപങ്ങളും ക്ഷമിക്കുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ഇനിമേൽ പാപം ചെയ്യുകയില്ല എന്ന് യേശുവിന് വാക്ക് കൊടുക്കുകയും ചെയ്താൽ ജീവിതത്തിൽ ആരെല്ലാം ഒറ്റപ്പെടുത്തുവാൻ നോക്കിയാലും കുറ്റപ്പെടുത്തുവാൻ നോക്കിയാലും പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുവാൻ നോക്കിയാലും
നാം ക്ഷീണിക്കേണ്ടി വരികയില്ല, ലജ്ജിക്കേണ്ടി വരികയില്ല. ശത്രുവുമാകെ മേശ ഒരുക്കുന്നവൻ പ്രാർത്ഥിക്കുന്ന നമ്മെക്കൊണ്ട് തന്നെ വലിയ പ്രവൃത്തികൾ ചെയ്യിക്കുകയും നമ്മുടെ തല ഉയർമാറാക്കുകയും ചെയ്യും. ആകയാൽ നമുക്ക് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നിത്യജീവൻ അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ഏതെങ്കിലും വിഷയങ്ങളിൽ ഭാരപ്പെട്ട് ഇരിക്കുന്നെങ്കിൽ അങ്ങവരുടെ വിഷയങ്ങളിൽ മേൽ അത്ഭുതം പ്രവർത്തിക്കുകയാണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്ത ഏതെങ്കിലും പ്രിയപ്പെട്ടവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ സമാധാന പ്രഭുവായ അങ്ങ് അവർക്ക് സമാധാനം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.